നമസ്കാരം. രാഹുൽ മാങ്കൂട്ടം ചിലരെയൊക്കെ സ്വന്തം ഫേസ്ബുക്ക് ഐഡിയിൽ നിന്ന് പടപട ബ്ലോക്ക് ചെയ്യുകയാണ്. കേരള കോൺഗ്രസ് നേതാവായിട്ടുള്ള ഹഫീസിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ ഫേസ്ബുക്കിൽ നിന്ന് ബ്ലോക്ക് ചെയ്തു. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അതെ, അതെന്താണ് രാഹുലെ ഈ ചിലരെയൊക്കെ തെരഞ്ഞു പിടിച്ചങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയുന്ന കാര്യം? രാഹുലിനെ കുറിച്ച് ഇവിടെ ആരും ഒന്നും സംസാരിച്ചില്ലല്ലോ. കേരളത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന പേരിൽ ആരും ഒരു ചർച്ചയും നടത്തുന്നില്ല. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഹഫീസ് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് സ്വന്തം സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ എഴുതിയിരിക്കുന്നു എന്ന് തോന്നി. അതിലേക്ക് നോക്കുമ്പോൾ ഒന്നും അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പടമോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരോ ഒന്നും അദ്ദേഹം പരാമർശിച്ചിട്ടില്ല. പിന്നെ അതിനകത്തൊരു ഉഗാണ്ടയിലെ യൂത്ത് കോൺഗ്രസ്, ഉഗാണ്ടയിലെ ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് കിടക്കുന്ന കണ്ടു. അതിനപ്പുറത്തേക്ക് ഒരു മാങ്ങയ്ക്കകത്ത് രണ്ട് കുഞ്ഞു കാലുകൾ ഇരിക്കുന്ന ദൃശ്യം കണ്ടു. ഇതൊക്കെ കണ്ടിട്ട് എന്താണ് രാഹുൽ മാങ്കൂട്ടം ഒരാളെ ബ്ലോക്ക് ചെയ്യേണ്ടത്? കാര്യം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ഗാന്ധിസം പഠിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഗാന്ധിസം നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം രേഖപ്പെടുത്തിയാൽ അവരെയെല്ലാം ബ്ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇനി രാഹുലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആരോപണങ്ങൾ ഈ നാട്ടിൽ ഉയർന്നു കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ രാഹുലിനെ ചുറ്റിപ്പറ്റിയാണോ എന്തെങ്കിലും വിവാദം ഉയർന്നു വരുന്നു എന്നുള്ള സംശയം ഉണ്ടാവുകയാണ്. അല്ലാതെ ഇന്നലെ വരെ വളരെ സൗഹാർദ്ദമായിരുന്ന ഒരേ പേജിലെ ഫോളോവേഴ്സ് ആയിരുന്ന വ്യക്തിയൊക്കെ പെട്ടെന്ന് അല്ലെങ്കിൽ പൊടുന്നനെ ബ്ലോക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അസംതൃപ്തി ഉണ്ടാകണമല്ലോ. രാഹുൽ ചെയ്ത എന്തെങ്കിലും കള്ളത്തരങ്ങളെ കുറിച്ച് ഇനി ഹഫീസ് വിളിച്ചു പറഞ്ഞു എന്ന് നോക്കാൻ പോയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരൊന്നും അദ്ദേഹം ഒരിടത്തും ഒരു കാര്യത്തിലും പരാമർശിച്ചിട്ടുമില്ല. അപ്പോ സ്വാഭാവികമായിട്ടും നാട്ടുകാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു വിഷയം രാഹുൽ മാങ്കൂട്ടത്തെ വല്ലാതെ പൊള്ളിക്കുന്നുണ്ടെന്ന് ഹഫീസിന്റെ ആ പോസ്റ്റ് കാണുമ്പോൾ തോന്നുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാഹുലുമായിട്ട് ബന്ധമുണ്ടോ എന്ന് കണ്ടാൽ മനസ്സിലാകാത്ത സാഹചര്യവുമുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ചില വിവാദ പുകകൾക്ക് ചിലർ അസ്വസ്ഥരാണ്, ചിലർ അസംതൃപ്തരാണ്. അതിന്റെ പേരിൽ വെകിളി പിടിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ ചിലരെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോൾ വീണ്ടും വീണ്ടും പല സംശയങ്ങളും ഈ നാട്ടിൽ ബലപ്പെടുകയാണ്. കാര്യം ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ താൻ നിരപരാധിയാണെങ്കിൽ അമർഷം തോന്നേണ്ട കാര്യമില്ല, മറ്റൊരാളടുത്ത് വൈരാഗ്യം സൂക്ഷിക്കേണ്ട കാര്യമില്ല. എന്തോ കാര്യത്തിൽ അദ്ദേഹത്തിന് വല്ലാത്ത അമർഷം ഉണ്ടാകുകയാണ്. അതിന്റെ പേരിൽ തനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറഞ്ഞതായിട്ട് തോന്നിയാൽ അവരെയെല്ലാം ബ്ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുതരം പഴയ മാടമ്പിത്തരം ആ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് തോന്നുകയാണ്. എന്തുണ്ടെങ്കിലും നിരപരാധിയാണെന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അതിനെ നേരിടുകയല്ലേ രാഹുലെ വേണ്ടത്? അല്ലാതെ ബ്ലോക്ക് ചെയ്ത് വായടപ്പിക്കാമെന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അതൊരു തരം ഒളിച്ചോട്ടമാണ്. ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ തനിക്ക് എന്തൊക്കെയോ ഒളിപ്പിക്കാനുണ്ട്, തനിക്കെതിരാകുന്നുണ്ടോ എന്ന സംശയങ്ങളെ ഇതുപോലെ ബ്ലോക്ക് ചെയ്ത് കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ നാട്ടുകാർ അറിയത്തില്ല എന്ന് കരുതരുതെന്ന് മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തോട് ഹഫീസിനെ ബ്ലോക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉപദേശിക്കാനുള്ളൂ.